ഗൈസ് നമ്മൾ ടൗണിലേക്ക് പോവാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഗൈസ് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നമ്മൾ പോവാണ്. എനിക്ക് നൈറ്റ് കഴിഞ്ഞു, ഇന്ന് ഓഫാണ്. അപ്പം നമ്മൾ ടൗണിൽ പോവാണ്. കുറച്ച് സാധനം മേടിക്കാണ്ട്. ആശിച്ച് മോഹിച്ചൊരു ചായ കുടിക്കാൻ വന്നപ്പോൾ ഇവിടെ സീറ്റില്ല ഗൈസ്. പിന്നെ ഒരു കസേര കളി തന്നെ ഞങ്ങളിവിടെ നടത്തി. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് ചായ വേണമെന്ന് ചോദിക്കാൻ പോലും ഒരാൾ വരണില്ല ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മളുടെ ചായ വന്നു ഗൈസ്. സൂപ്പർ ചായ ഗൈസ്. ഗൈസ് ഒരു സങ്കട വാർത്ത ഉണ്ട്. ഞങ്ങൾ ചായൻ്റെ കൂടെ പപ്സ് മേടിച്ചു, പക്ഷെ ഇവിടെ ടൊമാറ്റോ സോസ് തരില്ല എന്ന് പറഞ്ഞു. അതിന്റെ സങ്കടത്തിലാണ് ഞങ്ങൾ. കണ്ടോ, ഞങ്ങൾ എങ്ങനെ ടൊമാറ്റോ സോസ് ഇല്ലാണ്ട് പപ്സ് കഴിക്കും? സോസ് ഇല്ലാണ്ട് എങ്ങനെ പപ്സ് കഴിക്കും ഗൈസ്? ആക്ച്വലി ഈ പപ്സിന് സോസിന്റെ ആവശ്യമില്ല ഗൈസ്. നല്ല നല്ല പപ്സ്, ഇങ്ങനെ വാരിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ പപ്സ്. ഗൈസ് ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. KR ബേക്കറിയിലെ പപ്സ് കിട്ടിയില്ല പപ്സ് ആണല്ലേ. KR ബേക്കറിയിലെ പപ്സ് പിന്നെ നല്ല ചൂട് സാധനം. അതെ, നമ്മളിപ്പോൾ ഇയാളെ വായ വരെ പൊള്ളി. അതുപോലെ ബേക്ക് ചെയ്ത് അങ്ങനെ കൊണ്ട് കൈ തന്ന് അങ്ങനെ കഴിക്കുക ചെയ്ത കിട്ടില്ല പപ്സ് കേട്ടോ. അടുത്തതായി പ്രിയതമന് സർപ്രൈസ് ആയിട്ട് ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ഈ കുട്ടീൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വിത്തിൻ ഡേയ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു സർപ്രൈസ് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഫോൺ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെക്സ്റ്റ് പോണത്. നമ്മൾ കോട്ടയ്ക്കിലുള്ള ഗേൾ ഫോണിൽ നിന്നാണ് കേട്ടോ ഫോൺ എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അടുത്തതിന് കയറാൻ വേണ്ടി പോവാണ് കടയിൽ. ഫോൺ എടുത്തു ഗൈസ്. ഞങ്ങൾ എടുത്തത് റെഡ്മി 15 അല്ലേ, റെഡ്മി 15 ഞങ്ങൾ എടുത്തത്. അധികമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. സോ ഞങ്ങൾക്ക് അത്ര ഒരു അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫോൺ മതിയെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തത് ഗൈസ്. നമ്മളങ്ങനെ ഫോൺ എടുത്തു. ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റി. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വിശാൽ മാർട്ടിലേക്കാണ്. ഇനി വിശാൽ മാർട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. കേസ് നമ്മൾ വിശാൽ മാർട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കോട്ടയ്ക്കലുള്ളത്. നമ്മൾ സാധനം ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 പേരും തന്നെ ഉള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിക്കിലും ഓരോന്ന് പോയി ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ തേരാപ്പരെ നടക്കുന്നു. ആക്ച്വലി താഴെ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ജെൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫുൾ ജെൻസ് ഐറ്റംസ് ആണ്. ഇവിടെ ഇദ്ദേഹം ഒരു കുർത്ത എടുത്തു. ഫോണിൽ വാങ്ങിയ ഫോണാണ്. അതിടാനാണ് ഞങ്ങൾ ഇത്ര വലിയ പാത്രം ഇവിടുന്ന് മേടിച്ചത്. ഗൈസ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ്. അടുത്ത ഞങ്ങൾ ആനുവൽ ഡേ പരിപാടിക്ക് ഞങ്ങൾ ഒരു 5 ആൾക്കാർ ഇതിട്ടിട്ട് ഡാൻസ് കളിക്കും. ഇതിലും നല്ല കളർ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇത് മിനാമിനി പച്ച, ഇത് ലൈറ്റ് കളറായി പോയി. അപ്പൊ അത് ആനക്കൊക്കെ ഇഷ്ടായില്ല. എന്താ പണ്ട് വീട്ടിലെ കുമാരേട്ടന് മാത്രമേ പളപള മിന്നുന്ന ഷർട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയാണത്. ഗൈസ് നമ്മളിപ്പം തളർന്നു. ഷോപ്പിങ്ങിന് ശേഷം തളർന്നിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്കും ബർഗറും കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് പെരുന്നാൾ ദിവസമാണ് ഞാൻ ആക്ച്വലി വ്ലോഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കടകളും ഇല്ല. നമ്മൾ തുറക്കുമെന്ന് വിചാരിച്ച പല കടകളും തുറന്നില്ല. അപ്പം ഞങ്ങൾ
നല്ല ഇതിലെ ഒരു ചിക്കൻ ബർഗറും ഒരു SP അതിൽ മിൽക്കുമാണ് കഴിക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ബർഗർ. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാ കറക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി റൂമിൽ. ആകെ ടയേർഡായി, കാരണം നൈറ്റ് കഴിഞ്ഞ് സ്ട്രേറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ തിരിച്ചെത്തി ആക്ച്വലി. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒറ്റ ഉറക്കം, അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.